ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ വേണുഗോപാലൻ. അപ്പോൾ നമുക്കിന്നൊരു കുട്ടി വ്ളോഗിലോട്ട് പോയാലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലൻ അരങ്ങേറ്റം. വെളിച്ചത്തിരി ഓർമ്മയുണ്ടല്ലേ? ഞാൻ ലേറ്റ് ഇട്ടില്ല, പക്ഷെ രാവിലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ അങ്ങനെ പതുക്കെ അങ്ങ് നടന്നേക്കാം. അങ്ങനെ ഞാൻ എന്താ പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് നമുക്ക് ഹെയർ മസാജ് ചെയ്തിട്ട് കുളിക്കാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് അപ്പനെ കുളിക്കാറില്ല ഞാൻ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം ഹെയർ മസാജ് ചെയ്യാൻ വെച്ചു. പിന്നെ നല്ല വെയിലുണ്ട്, പിന്നെ ഹാപ്പി ഓണം എല്ലാവർക്കും. അങ്ങനെ അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഉപ്പുവെള്ളം ഞാൻ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇത് കുഴപ്പം കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതാ ഇത് പരത്തി കഴിഞ്ഞിട്ട് ചെറിയ ചപ്പാത്തി ആട്ടോ. നമുക്ക് എന്തായാലും ഇത് ചുട്ടെടുത്തിട്ട് വരാം. ചുട്ടെടുത്തിട്ട് വരാം. നമ്മുടെ ലാസ്റ്റ് ചപ്പാത്തി നമ്മൾ എടുക്കണം. നല്ല ആവി പറ്റുന്ന പൊങ്ങിയുണ്ട് കേട്ടോ. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അതിന് ഇതൊക്കെ നമുക്ക് അപ്പോൾ കഴിക്കാം കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ കഴിക്കില്ല, കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ 3 ഇപ്പോൾ കഴിക്കട്ടെ. ഞാൻ ഇതിനുള്ള കറിയും കൂടി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തിയാണ് കഴിക്കണേ കേട്ടോ, ഒന്നിച്ചിട്ട്. അങ്ങനെ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ചപ്പാത്തി ചിക്കൻ കറിയാണ്. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ 10:30 കേട്ടോ. അത് കാരണം ഞാൻ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി. ഞാൻ പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ചട്ടിയിൽ മാവ് കുറച്ചിട്ടേക്കായിരുന്നു. അത് കാരണം അത് ക്യാൻസൽ ചെയ്തു. അപ്പം എന്തായാലും നമുക്കിനി ചപ്പാത്തി കഴിക്കാം കേട്ടോ. ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ, നോക്കട്ടെ. ചിക്കൻ കറി ഞാൻ ഇന്നലെ ശരിക്കും ടേസ്റ്റ് ചെയ്തില്ല. മല്ലിപ്പൊടി ഇത്തിരി അധികമാണ്. ഭയങ്കര അധികം എരിവ്. അതെ, ഭയങ്കര അധികം. പൊടി ശരിക്കും മൂത്തട്ടില്ല, മൂക്കാണ്ടാണ് ചിക്കട്ടേണ്. അത് കാരണം മല്ലിപ്പൊടിയുടെ ഭയങ്കര കുത്ത്. എന്നാലും ഞാൻ കഴിക്കില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും മല്ലിപ്പൊടിയുടെ ഒരു കുത്ത്. അപ്പം എന്തായാലും ഞാൻ കഴിക്കട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബിലോ. അങ്ങനെ കഴിച്ചിട്ട് കാണാം. അപ്പം ഞാൻ ഹെയർ തന്നെ മസാജ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് ഓയിലിട്ട് മസാജ് ചെയ്യാമെന്ന് കേട്ടോ. ആദ്യം നമ്മൾ തല വെറുതെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഹെയറിൻ്റെ സ്പോർട്സ് തുറക്കും. ഇനി നമുക്ക് ഞാൻ ഇത്തിരി എണ്ണ എടുക്കണല്ലോ കേട്ടോ. എത്ര എണ്ണ എടുക്കണല്ലോ? കുറച്ച് മതി. നമ്മൾ കുറേ എണ്ണ ധാരാവി പോലെ വെച്ചിട്ട് കാര്യമില്ല. കുറച്ച് എണ്ണ എടുത്തിട്ട് കൈ നന്നായി റബ്ബ് ചെയ്യുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ചെയ്യാം.
അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തൊക്കെയായി പിന്നെ നിങ്ങളുടെ ഓണം വിശേഷങ്ങൾ? അത്തപ്പൂക്കളൊക്കെ ഇട്ടുണ്ടാവും എന്തായാലും. പിന്നെ തിരുവോണം ആവാറായി. പിന്നെന്താണ് വിശേഷങ്ങൾ? എനിക്ക് ഓണം കഴിഞ്ഞ് 3 ഓണത്തിൻ്റെ അന്നാ തോന്നുന്നു ഒരു എൻഗേജ്മെൻറ്റ് പരിപാടി ഉണ്ട്. അപ്പം ഞാൻ അത് വ്ലോഗ് ഇടാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യാം. അതല്ല ചെയ്യേണ്ടത്, മസാജ് ചെയ്യാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ സ്പീഡിൽ ചെയ്യണ കാരണം മാന്തണ പോലെ ക്യാമറയിൽ വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പം മസാജ് ചെയ്യാണ് ചെയ്യാം കേട്ടോ. 12 മണിയുടെ റീക്യാപ്പാണ് ഞാൻ ബിഗ് ബോസ് കാണുന്നത്. അത് കാരണം അപ്പോഴും കുളിച്ച് സെറ്റ് ചെയ്ത് വരണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തല മസാജ് ചെയ്താലോ എന്ന് ആലോചിച്ച് പിന്നെ വേണ്ട. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓണം ടൈമായ കാരണം മഴ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഓണം ടൈമിലല്ലെങ്കിലും ഒരു വെയിൽക്കാരാണല്ലോ, മറ്റേ വെയിൽക്കാരൻ എന്ന് പറഞ്ഞപ്പോഴാണ് വേൽക്കാലമോടി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അങ്ങനെ അപ്പം നമ്മുടെ ഡെയിലി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. നമ്മുടെ 11 മണിക്ക്, രാവിലെ 11 മണിക്കാണ് നമ്മൾ വീഡിയോ വരിക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഹെയർ കുളിക്കണേക്ക് മുമ്പ് ഞാൻ ഇവിടെയാണ് കെട്ടി വയ്ക്കാറ് കേട്ടോ. ഇങ്ങനെ ഒരു അമ്മക്കെട്ട് പോലെ കൊണ്ട പോലെ ഇങ്ങനെ കെട്ടി വയ്ക്കുക, എന്നിട്ട് ഞാൻ ക്ലിപ്പിടുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. എൻ്റെ കഴിഞ്ഞ് ഞാൻ മര്യാദയ്ക്ക് മുറുക്കി കെട്ടിയിട്ട് മൈൻഡാക്കണ്ട. എനിക്ക് വെയിൽ വന്ന തുമ്മണ ഒരു പ്രശ്നമുണ്ട്. രാവിലെ ആണെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ വെള്ളം കുടിക്കൂല്ലോ. അപ്പം വെയിലും കൂടി ഞാൻ തുമ്മാറുണ്ട്. അതിൻ്റെ സ്ഥിരം ഒരു റിച്വലാണ് കേട്ടോ. അത് മൈൻഡാക്കണ്ട. അപ്പോൾ നമുക്ക് മുടി എന്തായാലും കെട്ടിയേക്കാം. പിന്നെ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുടിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ താഴെ സാധാ പോലെ ചെയ്താലും മതി. അങ്ങനെ ചെയ്താലും കൂടുതൽ നല്ലതാണ്. എൻ്റെ മുടി എനിക്ക് അമ്മക്കിട്ട് കേട്ടാൽ ശരിക്കും അറിയില്ല. ഞാൻ ഉണ്ടാക്കിയിട്ട് ചെയ്യാറ്. പക്ഷെ കുളിക്കാൻ വലിയ സാധനങ്ങൾ ഏകദേശം ഇരുന്നുണ്ടെന്ന് വിചാരിക്കണം. പിന്നെ എൻ്റെ ഡയറ്റ് എഫക്റ്റ് കണ്ടു കേട്ടോ. ഞാൻ എൻ്റെ ബോഡി മെഷർമെൻ്റ് ഒക്കെ എടുത്തപ്പോൾ ഒരു 2-3 ഇഞ്ച് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പോഴുള്ള വെയിറ്റിൽ ഞാൻ തൃപ്തിയാണ്. പക്ഷെ അന്നത്തെ വെയിറ്റിൽ അത്ര തൃപ്തിയായിരുന്നില്ല. ഭയങ്കര തടിച്ചിരിക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ സാധാ വണ്ണായി, മെലിഞ്ഞിട്ടില്ല എന്നാൽ തടിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഞാൻ ഇനി കുളി കഴിഞ്ഞിട്ട് അടുത്ത അപ്ഡേറ്റിന് കാണാം കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. ഇതാ ഞാൻ പൊട്ടും കുറിയൊക്കെ കുത്തി ഇങ്ങനെ തലയിൽ ഞാൻ ഇവിടെയാണ് കെട്ടി വെക്കാറ്. ബാക്കിൽ പൊതുവെ ഞാൻ കെട്ടി വെക്കാറില്ല. അപ്പോൾ എനിക്കെന്തോ ഇങ്ങനെ മുടി ബാക്കോട്ട് വലിയണ പോലെ ഫീൽ ചെയ്യും കേട്ടോ. തിരുമ്പിയിട്ടില്ല, ഇനി തിരുമ്പണം. തിരുമ്പിയിട്ട് ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ടതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇനി ഉച്ചയ്ക്ക് എന്താ കഴിക്കണേ നോക്കിയാലോ. ഉച്ചയ്ക്ക് ചപ്പാത്തി, ചിക്കൻ കറിയാണ്, പിന്നെ കുറച്ച് ചോറ്, ഒരു പത്തിരി എടുത്തണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ എന്താ ഇങ്ങനെ മുടി കിട്ടിയിരുന്നു, സൈഡ് വഹിച്ചിൽ. ഇത്ര നാൾ നടു വഹിച്ചിലും ഒക്കെ ആയിരുന്നു. ഞാൻ മുടി തല നനച്ച കാരണം ഉണങ്ങിയിട്ടില്ല കേട്ടോ. അത് കാരണം തന്നെ ഞാൻ എന്താ ഇങ്ങനെ വേറൊക്കെ എടുത്ത് ഇങ്ങനെ ഈരി കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ പിന്നെ തുളസി ഇരിക്കുന്നത് കണ്ടോ. ഉണ്ണീനെന്തോ പിടിച്ച് അരിച്ചു ഇത്രമേത്ത്. അത് കാരണം ആ ചൊറിച്ചിൽ പോകാനായിട്ട് തുളസി തേക്കുകയാണ്. കുറേ തുളസി തേക്കുന്നുണ്ട്, മാറുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര തടിപ്പായുണ്ട്. എന്താണ് അരിച്ചതെന്നറിയില്ല. ചൊറിയാമ്പുഴാണെന്ന് തോന്നുന്നു. കൈമയും കാലുമ്മയും മുഖത്തും ഒക്കെ ഉണ്ട്. മുഖത്തിൻ്റെ ഒരു സൈഡ് ഫുള്ള് അരിച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ തേച്ച് ഇതാവേണ്ട കുറച്ച് കഴിഞ്ഞാൽ മാറുമായിരിക്കും എന്ന് വിചാരിക്കണു. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണടേ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരേക്കും ബൈ 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 ഗൈസ്. നാളെ തന്നെ അടുത്ത വീഡിയോ ഉണ്ടാവേ.